സുധീര വളരെ വ്യത്യാസപ്പെട്ട ഒരു എഴുത്തുകാരിയാണ്. കവിത എഴുതുന്നു, കഥ എഴുതുന്നു, നോവലെഴുതുന്നു, യാത്രാവിവരണങ്ങൾ എഴുതുന്നു, സാഹിത്യ പഠനങ്ങൾ എഴുതിയിട്ടുണ്ട്. അങ്ങനെ വളരെ വിവിധ മണ്ഡലങ്ങളിൽ എഴുതിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് സുധീരയ്ക്ക് വായനക്കാരെ ആകർഷിക്കാൻ സാധിക്കുന്നത്, അവരുടെ സ്നേഹവും ആദരവും കിട്ടുന്നത്. മറ്റൊരു കാര്യം കൂടി എനിക്ക് തോന്നിയിട്ടുള്ളത്, ഈ വൈവിധ്യമാർന്ന മേഖലകളിൽ സഞ്ചരിക്കൽ മാത്രമല്ല, എഴുത്തിൽ ഒരു അനാർഭാടമായ ശൈലി എന്നും കൊണ്ടു നടക്കുന്നു. ആർഭാടരഹിതമായ ഒരു ശൈലി. അതുകൊണ്ടാണ് നമ്മൾക്ക് വായനക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ എഴുത്തുകാർ പ്രിയപ്പെട്ടവരായി മാറുന്നത്. ഈ ശൈലിയുടെ ഒരു കട്ടിയായ പുറന്തോട് പൊട്ടിച്ചകത്തേക്ക് കയറണം എന്നുള്ള അവസ്ഥയില്ലാതെ നേർക്ക് നേരെ നമ്മളോട് സംവേദനം നടത്തുമ്പോഴാണ് കഥയായാലും കവിതയായാലും മറ്റെന്തെഴുത്തായാലും ആളുകൾക്കത് പ്രിയകരമായിട്ട് മാറുന്നത്. സുധീര ഈ പറഞ്ഞത് പല മേഖലകളിൽ ഉള്ള വിഷയങ്ങൾ എടുത്തെഴുതിയിട്ടുണ്ട്. കവിത എഴുതുന്നു, കഥ എഴുതുന്നു, നോവലെഴുതുന്നു. ഇതൊക്കെ ചെയ്യുമ്പോഴും ഈ വായനക്കാരെ കൂടെ കൊണ്ടു നടക്കാനുള്ള ഒരു ചാരുത, അല്ലെങ്കിൽ ഒരു കരവിരുത്, അല്ലെങ്കിൽ ഒരു സർഗശേഷി അവർക്ക് ഉണ്ട്. ആദ്യം മുതൽക്കേ നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ളതാണ്. വളരെ വ്യത്യാസമുള്ള വിഷയങ്ങൾ. ഇപ്പോൾ ഇക്ബാലിനെ പറ്റി എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഉറുദുവിലെ പ്രശസ്തരായ കവികളെ പറ്റിയിട്ടൊക്കെ തന്നെയും എഴുതിയിട്ടുണ്ട്. ഇത് സാധാരണ പതിവില്ലാത്ത ഒന്നാണ്. കവിത എഴുതുന്ന ആൾ കവിത എഴുത്തരം നിൽക്കുക, അങ്ങനെയല്ല. അവർ കവിത എഴുതുന്നു. കവിതയിൽ തന്നെ ഞാൻ അടുത്ത പരിചയമുള്ള ആളുകളിൽ നിന്നറിഞ്ഞ, പിന്നെ ചിലപ്പോൾ സൗഹൃദ സംഭാഷണങ്ങളിൽ നിന്ന് അറിഞ്ഞ കാര്യങ്ങളാണ്. ഖലീൽ ജിബ്രാൻ സുധീരയ്ക്ക് വളരെ പ്രിയപ്പെട്ട കവിയായിരുന്നു. ജിബ്രാനെ പറ്റി എഴുതിയിട്ടുണ്ട്. ഈ ജിബ്രാനോടുള്ള ആരാധന പലപ്പോഴും ഇവരുടെ കവിതകളിലെ ഒരു അദൃശ്യഭാവമായിട്ട് നമുക്ക് തോന്നാറുണ്ട്. ഒരു അപാരതയോട് സംവേദനം നടത്തുന്ന ഒരു ഭാവം സുധീരയുടെ കവിതകളിലും കാണാം. ഇതൊക്കെ ആണെങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വളരെയധികം ശ്രദ്ധിച്ച ഒരു എഴുത്തുകാരിയാണ് സുധീര. അതിൻ്റെ കാരണം ഇതിനൊക്കെ അപ്പുറത്ത് അവരുടെ കഥകളാണ്. അവരുടെ കഥകളാണ് എന്നെ, അതിൻ്റെ ലാളിത്യം, അതിൻ്റെ ജീവിത നിരീക്ഷണം എന്നെ കൂടുതലായിട്ടും ആകർഷിച്ചിട്ടുള്ളത് അവരുടെ കഥകൾ തന്നെയാണ്. ആരംഭം മുതൽക്ക് തന്നെ അവരുടെ വളർച്ച ദൂരെ നിന്ന് കണ്ട ഒരാളാണ് ഞാൻ. അപ്പോൾ മറ്റ് മേഖലകളിലെ സംഭാവനകൾ ചെറുതാണെന്നല്ല അർത്ഥം. സ്റ്റീൻബക്കിൻ്റെ ഗ്രേപ്സ് ഓഫ് റാത്ത് അവർ തർജ്ജമ ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ പല മേഖലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും മനസ്സിൽ തങ്ങി നിൽക്കുന്നത് അവരുടെ കഥകൾ തന്നെയാണ്. മറ്റതൊന്നും മോശമായിട്ടുള്ള അർത്ഥത്തിലല്ല പറയുന്നത്. പക്ഷേ എൻ്റെ മനസ്സിൽ ആ ലാളിത്യം, ജീവിത നിരീക്ഷണം, ഇതുകൊണ്ടൊക്കെ തന്നെ എനിക്ക്
പ്രിയപ്പെട്ട പല വിഭവങ്ങളും അവർ എൻ്റെ മുമ്പിൽ നിരത്തി വച്ചിട്ടുണ്ട് കഥകളിലൂടെ. അതുകൊണ്ട് തന്നെ ആ കഥ എഴുത്തുകാരി എന്നുള്ള നിലയ്ക്ക് കൂടുതൽ പേര് അവരെ ആരാധിക്കുന്നു, സ്നേഹിക്കുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ബാക്കി എല്ലാ മേഖലകളിലും ഉണ്ടെങ്കിലും, നോവലിലുണ്ട്, പലതിലുണ്ടെങ്കിലും അവരുടെ ശ്രദ്ധേയമായ നേട്ടങ്ങൾ എനിക്ക് തോന്നിയിട്ടുള്ളത് കഥകൾ തന്നെയാണ്. അതിൻ്റെ ഈ ലാളിത്യം, ഞാനീ പറഞ്ഞ ജീവിത നിരീക്ഷണം ഒരിക്കലും ഒരു ആഡംബരത്തിലേക്ക് കടന്നു പോകാത്ത ഒരു ലളിതമായ ലാളിത്യത്തിൻ്റെ ശൈലി, ഇതൊക്കെ കൊണ്ടാണ് അവർ ഒരു പ്രിയപ്പെട്ട എഴുത്തുകാരിയായിട്ട് മാറുന്നത് വായനക്കാരുടെ മുമ്പിൽ. അവർക്കിനിയും ധാരാളം എഴുതാനുള്ള വിഭവങ്ങളുണ്ട്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും സഞ്ചരിച്ചിട്ടുണ്ട്, പല സമൂഹങ്ങളുമായിട്ട് ഇടപെട്ടിട്ടുണ്ട്, പല അനുഭവങ്ങളുമുണ്ട്. അപ്പോൾ അവർക്ക് ഇനിയും ധാരാളം എഴുതാനുണ്ടാവും, എഴുതും എന്നാണ് നമ്മുടെയൊക്കെ പ്രതീക്ഷ. ആ എഴുത്തുകാരിക്ക് എല്ലാ വിധത്തിലുമുള്ള ആശംസകൾ ഞാൻ നേരുന്നു. നന്ദി, നമസ്കാരം.